മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ കൊമ്പ് കോർത്ത് കേരളവും തമിഴ്നാടും. അണക്കെട്ട് പൊളിക്കാനാണ് കേരളത്തിന്റെ ശ്രമമെന്ന് തമിഴ്നാട്. ജനങ്ങളുടെ ജീവന് വിലയില്ലേ എന്ന മറുചോദ്യവുമായി കേരളം. മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊളിക്കുക എന്ന ലക്ഷ്യമിട്ടാണ് കേരളം നിയമവ്യവഹാരങ്ങൾ നടത്തുന്നതെന്ന വാദവുമായി തമിഴ്നാട് സുപ്രീം കോടതിയിൽ. 25 വർഷത്തെ നിയമവ്യവഹാരത്തിലൂടെ കേരളത്തിന്റെ മുഴുവൻ ശ്രമവും നിലവിലുള്ള അണക്കെട്ട് പൊളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിക്കുക എന്നതാണെന്നും പഴയ ഡാം പൊളിച്ച് പുതിയത് നിർമ്മിക്കാനാണ് കേരളത്തിന്റെ ശ്രമമെന്നും തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളുടെ ജീവന് വിലയില്ലേ എന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ചോദിച്ചു. പുതിയ നിയമപ്രകാരം ഓരോ 5 വർഷം കൂടുമ്പോഴും അണക്കെട്ടിന്റെ സുരക്ഷ പരിശോധിക്കേണ്ടതാണ്. എന്നാൽ തമിഴ്നാട് അത് അവഗണിക്കുകയാണെന്നും കേരള സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്ത കോടതിയെ ധരിപ്പിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ട് സുരക്ഷിതമാണെന്ന് തമിഴ്നാടിന് വേണ്ടി ഹാജരായ ശേഖർ നാഫഡെ പറഞ്ഞു. തമിഴ്നാടിന് അനുകൂലമായി എന്തെങ്കിലും തീരുമാനമുണ്ടായാൽ ആരെങ്കിലും കോടതിയിൽ റിട്ട് പെറ്റീഷനുമായി കോടതിയെ സമീപിക്കുന്ന സ്ഥിതിയാണ്. കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന ഭരണഘടനാ തത്വം അംഗീകരിക്കാൻ കേരളം തയ്യാറാകണമെന്നും തമിഴ്നാട് ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ കേരളവും തമിഴ്നാടും സ്കൂൾ കുട്ടികളെ പോലെ വഴക്കടിക്കുകയാണെന്നും ബാലിശമായ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നതെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് അഭിപ്രായപ്പെട്ടു. 15 മരങ്ങൾ മുറിക്കണം, തടാകത്തിൽ ബോട്ടിന് അനുമതി നൽകണം, അറ്റകുറ്റപ്പണികൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ നടത്തണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇതിനെല്ലാം ജുഡീഷ്യൽ ഇടപെടൽ ആവശ്യമുണ്ടോ എന്നും കോടതി ചോദിച്ചു. അണക്കെട്ട് വിഷയത്തിൽ മേൽനോട്ട സമിതി തമിഴ്നാട് ഉന്നയിക്കുന്ന വിഷയങ്ങൾ പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. മേൽനോട്ട സമിതി ചെയർമാൻ ഇരു സംസ്ഥാനങ്ങളുടെയും യോഗം വിളിക്കണം. ഇരുഭാഗത്തും സ്വീകാര്യമായ പരിഹാരം കണ്ടെത്തണം. തർക്കമുണ്ടെങ്കിൽ മേൽനോട്ട സമിതി സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് നൽകണം. കോടതിയിലൂടെ മാത്രം പരിഹരിക്കപ്പെടേണ്ട വിഷയമാണോ ഇതെന്നും സുപ്രീം കോടതി ചോദിച്ചു. എന്തൊക്കെ വാദമുഖങ്ങൾ തമിഴ്നാട് നിരത്തിയാലും സുപ്രീം കോടതി ഇടപെട്ട ഇക്കാര്യത്തിൽ ഒരു ശാശ്വത പരിഹാരം കാണുകയും മലയാളികളുടെ ആശങ്ക പരിഹരിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.